ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കാം. ഗോതമ്പ് കൊണ്ടാന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ജയിലിലേക്ക് സാധാരണ കിട്ടുന്ന പറയുന്ന പോലത്തെ ഗോതമ്പ് കൊണ്ടിയാണ്. പക്ഷെ ഇത് അങ്ങനത്തെ ഗോതമ്പ് കൊണ്ടിയല്ല. നമ്മൾ അരിയൊക്കെ വറുത്ത് പൊടിച്ചിട്ട് അരി കൊണ്ട് ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് മുണ്ട ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇത് റെഡിയാക്കിയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒട്ടും പാടില്ല, നല്ല ഈസി ആയിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലെ ചില്ലിൻ്റെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഈ നുറുക്ക് ഗോതമ്പ് നമുക്ക് കടയിൽ നിന്ന് 2 കളർ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഞാനിവിടെ ഈ ബ്ലാക്ക് കളറായിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 1 ഗ്ലാസ് എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ 250 ml മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിൽ 1 കപ്പ് എടുത്താലും മതി. ആ കപ്പിൽ 1 കപ്പ് എടുക്കുമ്പോൾ ഇതിനകത്ത് ഈ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതേപോലെ 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുക്കുക. അതായത് കൃത്യമാണ് കറക്റ്റ് അങ്ങനെ അളവായിട്ട് വരണമെന്നില്ല, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. കാരണം കേക്ക് അതേപോലത്തെ ബേക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് അളവായിട്ടിരിക്കണം. പക്ഷേ ഇത് നമ്മളൊരു ഏകദേശം അളവിലാണ് എടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഏകദേശം അങ്ങനത്തെ ചില്ലിൻ്റെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് എടുക്കുക. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര 175 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ സാധാരണ ഇപ്പോൾ കല്ലുള്ള ശർക്കര അങ്ങനെ കടയിൽ വരണില്ല. ഒറ്റ ശർക്കരയിലും സാധാരണ തന്നെ കല്ലുണ്ടാവാറില്ല. അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ട് എടുക്കുക. പിന്നെ ഈ ശർക്കര ആയിരുന്നാലും ഒരുപാട് അങ്ങനെ ഹാർഡായിട്ടല്ല ഇരിക്കുന്നത്. മിക്സിയിലിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കറക്കുമ്പോൾ അതങ്ങോട്ട് പൊടിഞ്ഞോളും. ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ തേങ്ങ വേണം. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വലിയ തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ ഒരു 1/4 ഭാഗം എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഈ കാഷ്നട്ട് ചേർക്കണമെന്ന് അങ്ങനെ ഒരു നിർബന്ധമില്ല. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല, ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ എത്ര ഉണ്ട്? 2. ഇതിപ്പോൾ ഒരു 10 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാഷ്നട്ട് ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തോ. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട്, ഏലക്കായയും ചേർക്കുന്നുണ്ട്. ഏലക്കായ ഞാനിവിടെ ഓൾറെഡി പൊടിച്ചിട്ടാണ് വെച്ചിരുന്നത്. ഈ ചെറിയ ജീരകം നമ്മളെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് കറക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചേർത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് പൊടിഞ്ഞോളും. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മൊരിച്ച പോലെ എടുക്കണം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഗോതമ്പ് ചേർക്കാം. ഈ ഗോതമ്പ് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഗോതമ്പ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അരിയൊക്കെയാണ്ട് മൊരിയുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ ഈ ഗോതമ്പ് മൊരിഞ്ഞ് വരുമ്പോഴും അതേപോലെ നല്ലൊരു സൗണ്ട് ഉണ്ടാവും. കാരണം നന്നായിട്ട് മൊരിയണം, അല്ലെങ്കിൽ ഈ ഗോതമ്പ് കടിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ ചെറുതായി വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടേ, ഇതിങ്ങനെ മൊരിയണ സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊട്ടണുണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ എടുക്കുമ്പോൾ നല്ല കനം കുറവ് പോലെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ഇത് വെല്ലാനും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇത് ഇതേപോലെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത് ഈ പാത്രത്തിൽ തന്നെ വെക്കരുത്. ഇതിൻ്റെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകും. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് വേറെ പാത്രത്തിലേക്ക് പറത്തി വയ്ക്കാം. ഇത് പെട്ടെന്നാണ്ട് വെക്കും. ഈ കാഷ്നട്ടും ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഈ കാഷ്നട്ടൊക്കെ നമ്മൾ ഇപ്പോൾ സാധാരണ വീട്ടിലൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ചിലവർ ഇത് ഓയിലിട്ടിട്ട് വറുത്തിട്ടെടുക്കും. പക്ഷേ കാഷ്നട്ട് ഇപ്പോൾ ഓയിലിട്ടിട്ട് വറുക്കാണ്ട് ഇതേപോലെ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് പോലെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ഈ അടുപ്പിലേക്ക് ഇട്ടിട്ട് എന്താ ഈ കശുവണ്ടി നമ്മൾ ചുട്ടെടുക്കില്ലേ, അപ്പോൾ ആ ചുട്ടിട്ട് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അത് വെളിച്ചെണ്ണ ഓയിലൊന്നും ഒഴിക്കാണ്ട് ഇതേപോലെ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴായിരുന്നാലും ആ ഏകദേശം ആ ടേസ്റ്റ് കിട്ടും. കാരണം ഈ കാഷ്നട്ടിൻ്റെ ഉള്ളിലുള്ള ഓയിൽ കൊണ്ട് തന്നെ ഇതങ്ങോട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് പോലെ വരും.
അപ്പോൾ ശരിക്കും ആ കാഷ്നട്ടിൻ്റെ ഓയിൽ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ചുട്ടെടുക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതും പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് നമുക്ക് തേങ്ങയും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ തേങ്ങയുടെ ഉള്ളിൽ നനവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഗോതമ്പുണ്ട പെട്ടെന്നാണ്ട് കേട് വരുമല്ലോ. അപ്പോൾ ആ നനവൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തേങ്ങ ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ തേങ്ങ അങ്ങോട്ട് മൊരിഞ്ഞിട്ട് തേങ്ങയുടെ കളർ അങ്ങോട്ട് മാറിപ്പോകരുത്. ഇപ്പോൾ തേങ്ങയുടെ ഉള്ളിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കണം. പിന്നെ കളറ് മാറാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ തേങ്ങയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ലല്ലോ. ഇതും നമുക്ക് പാനിൽ നിർത്തി മാറ്റാം. എന്ത് സാധനം നമ്മൾ ഇതേപോലെ റെഡിയാക്കിയിട്ട് വെക്കുമ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചൂടായി കഴിക്കണം പാനിൽ വെക്കരുത്. അപ്പോൾ എൻ്റെ അടിഭാഗമൊക്കെ ഇരുന്നിട്ടാണ് കരിയാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇതും നമുക്ക് നീക്കി വയ്ക്കാം. ഇതും ഞാനിവിടെ ഈ വറുത്ത് വെച്ചേക്കുന്ന ഗോതമ്പിലേക്കാണ് മിക്സ് ചെയ്യണത്. അങ്ങനെ സെപ്പറേറ്റ് വെക്കണ്ടേ, കാരണം ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കും. ഇപ്പോൾ ഇത് പൊടിച്ചെടുക്കാനുള്ള എല്ലാവരും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിവിടെ ഒരു ചെറിയ പാത്രത്തിലാണല്ലോ എല്ലാവരും പകർത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടാറണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കുകയാണ്. കാരണം ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടിയിട്ടുണ്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാവരും നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഈ വറുത്ത് വെച്ചേക്കുന്നത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ശർക്കരയും ചേർക്കണം. പിന്നെ ചെറിയ ജീരകവും ഏലക്കായും. ചെറിയ ജീരകവും ഏലക്കായും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്തിട്ട് പൊടിക്കണ്ട, കുറേശ്ശെ ചേർത്തിട്ട് പൊടിച്ചിട്ട് എടുക്കുക. ഇതിലേക്ക് ശർക്കരയും ചേർക്കുക. ശർക്കര ഞാൻ ഇതേപോലെ ഇങ്ങനെ കത്തി കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ചുരണ്ടിയിട്ടാണ് ഇട്ടുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള ശർക്കര നമ്മൾ അടുത്ത ട്രിപ്പ് പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാം. ഈ ചെറിയ ജീരകം ചേർക്കുക. ചെറിയ ജീരകം നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. ഈ അടുത്ത ട്രിപ്പ് പൊടിക്കുമ്പോഴും ഞാൻ ഇതേപോലെ കുറച്ച് ചേർക്കും. ഇനിയിപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ കുറച്ച് ഏലക്കായയുടെ പൊടിയും ചേർക്കുക. ഏലക്കായയുടെ പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കുക. ഇത് കറക്കിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരും. ഇത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്നാണ് പൊടിയും. പൊടിച്ചിട്ട് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് ചൂടാറണം. ഇതേപോലെ തന്നെ ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ കറക്കിയെടുത്ത സമയത്ത് അതിനകത്ത് നിന്ന് ഇങ്ങനെ വെളിച്ചെണ്ണ പോലെ ഇങ്ങനെ അതിനകത്ത് വെളിച്ചെണ്ണ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തേങ്ങയിലെ വെളിച്ചെണ്ണ സെപ്പറേറ്റ് ആയിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട്. അത് അങ്ങനെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ നന്നായിട്ട് ഇങ്ങനെ വറുക്കണുണ്ടാവും. തേങ്ങ നന്നായിട്ടാണ് മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കുമ്പോൾ ആ തേങ്ങയുടെ ഉള്ളിലുള്ള ഓയിൽ പുറത്തേക്ക് വരും. അല്ലെങ്കിൽ നല്ല ചൂടോട് കൂടിയിട്ട് അരച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ വരും. അപ്പോൾ ആ തേങ്ങ ആ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ നിങ്ങളത് രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. നല്ല ചൂടോട് കൂടിയിട്ട് അരച്ചിട്ട് എടുക്കരുത്. ഈ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊടിച്ചിട്ടെടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊടിച്ചിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ഭയങ്കര നൈസ് ഇങ്ങനെ പൗഡർ പോലെ ആവില്ല. ചെറുതായിട്ട് ആ ഗോതമ്പിൻ്റെ തരിയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല. ഗോതമ്പ് നമ്മൾ നേരത്തെ നമ്മൾ വറുത്തെടുത്തില്ലേ, അങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് വായിലിട്ടിട്ടൊന്ന് കടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതിങ്ങനെ നല്ല എന്താ പറയുക, നല്ല മുരിഞ്ഞ പോലെ ഇരിക്കും. അതേപോലെ വരണം നമ്മളത് വറുത്തിട്ടെടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഇതേപോലെ കറക്കിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴും ചിലത് ഇങ്ങനെ ചെറിയ ചെറിയ തരി പോലെ കിടക്കും. പക്ഷെ അത് അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണത്. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക.
അപ്പോൾ ഇതിനകത്ത് ഞാൻ കഴിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ആ ശർക്കരയുടെ മധുരമൊക്കെ നല്ല കറക്റ്റ് ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഇതേപോലെ ഇങ്ങനെ ഒരു ഐഡിയ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള ഉണ്ടയാക്കിയിട്ട് ഇത് ഉരുട്ടിയിട്ടെടുക്കാം. ഒരുപാട് വലിയ ഉണ്ടയാക്കാണ്ട് കുറച്ച് ചെറുതായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അത് ഓരോന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പൊടിക്കാണ്ട് തന്നെ വായിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. അത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തേങ്ങയും പിന്നെ കുറച്ച് കാഷ്യൂനട്ടൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നമ്മുടെ നാടൻ ഒരു പലഹാരത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇതേപോലത്തെ ടേസ്റ്റുള്ള പലഹാരങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഇത് എത്ര ദിവസം കേട് വരാണ്ടിരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസത്തിൽ കൂടുതലൊക്കെ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. കാരണം ഇവിടെ എൻ്റെ അടുക്കളയിൽ ഇപ്പോൾ അധികം ചൂടില്ല, എപ്പോഴും ചെറുതായിട്ടൊരു തണുപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിപ്പോൾ ഇവിടെ ഫ്രിഡ്ജിലേക്ക് വെക്കില്ല. ഞാനിതിപ്പോൾ ഇവിടെ ഒരാഴ്ച പുറത്ത് വെച്ചിരുന്നാലും ഇത് കേട് വരാണ്ടിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നാലും നല്ല ഇഷ്ടമാവും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇത്രയ്ക്ക് വെച്ചിട്ട് എത്ര ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടെ കേട്ടോ. 2, 4, 6, 8, 10, 12, 14, 16, 18, 20. അപ്പോൾ ഇത്രയ്ക്ക് ഇത് വെച്ചിട്ട് ഞാനിവിടെ 20 ഉണ്ടയാണ് ഉണ്ടാക്കിയേക്കുന്നത്.